ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് 1-ാം ക്ലാസ്സിലെ മലയാളം പാഠം 6 പിന്നെയും പിന്നെയും ചെറുതായി പാലപ്പം. എന്താ കൂട്ടുകാരെ, പാഠത്തിൻ്റെ പേര് എന്താണ്? പിന്നെയും പിന്നെയും ചെറുതായി പാലപ്പം. കൂട്ടുകാരൊന്ന് പറഞ്ഞേ, പിന്നെയും പിന്നെയും ചെറുതായി പാലപ്പം. കൂട്ടുകാർ പാലപ്പം കഴിച്ചിട്ടുണ്ടോ? പിന്നെ ഏതൊക്കെ പലഹാരങ്ങളാണ് കൂട്ടുകാർ കഴിച്ചിട്ടുള്ളത്? കൂട്ടുകാർ കഴിച്ച പലഹാരങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ. ഇഡലി, പുട്ട്, പാലപ്പം, വെള്ളയപ്പം, ഇതുപോലെ ഒരുപാട് പലഹാരങ്ങൾ കൂട്ടുകാർ കഴിച്ചിട്ടില്ലേ? ഇനി നമുക്ക് പാഠത്തിലേക്ക് വരാം. അങ്ങനെ ഇവിടെ നോക്കൂ, ചിത്രം നോക്കൂ. എന്താ കാണുന്നത്? ഒരു കുട്ടി ഇരിക്കുന്നുണ്ട്. കൂടെ ആരാ ഇരിക്കുന്നത്? ഒരു നായ ഇരിക്കുന്നുണ്ട്. പിന്നിലോ? പിന്നിലെ ഒരു പൂച്ച ഇരിക്കുന്നുണ്ട്. ഈ ഇലയിൽ ആരാ ഇരിക്കുന്നത്? ഉറുമ്പിരിക്കുന്നുണ്ട്. ഇനി ആരെയൊക്കെ നിങ്ങൾക്ക് കാണാനുണ്ട്? ആരാത്? പൂവില് പൂമ്പാറ്റ ഇരിക്കുന്നുണ്ട്. ഇനിയും 2 ആളുണ്ട്. അതാരാ? കോഴിയും കാക്കയും. കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ ഇവരൊക്കെ? ആ മുറ്റത്ത് ആരൊക്കെയാണ് നിൽക്കുന്നത്? ഒരു കുട്ടിയുണ്ട്, പിന്നെ ഒരു നായയുണ്ട്, പൂച്ചയുണ്ട്, ഉറുമ്പുണ്ട്, പൂമ്പാറ്റയുണ്ട്. പിന്നെയോ 2 ആളും കൂടി ഉണ്ട്. ആരാത്? ഒരു കോഴിയും ഒരു കാക്കയും. ഇവരുടെ പേരൊക്കെ കൂട്ടുകാർക്ക് എഴുതാൻ കഴിയുമോ? എന്തൊക്കെയാ എഴുതുക? കുട്ടി, പിന്നെയോ നായ, പൂച്ച, ഉറുമ്പ്, പിന്നെയോ പൂമ്പാറ്റ, കോഴി, കാക്ക. ഇവരെ എഴുതാൻ അറിയുമോ? ഇവരുടെ പേരൊക്കെ എഴുതാൻ പഠിക്കണേ. ആ കുട്ടി എന്താ ചെയ്യുന്നവിടെ? എന്തോ ഒന്ന് തിന്നാനായിട്ട് നായ്ക്ക് കൊടുക്കുന്നുണ്ടല്ലേ? നിങ്ങളും ഇങ്ങനെയൊക്കെ കൊടുക്കാറുണ്ടോ? ആ കുട്ടിക്ക് അമ്മ ഉണ്ടാക്കി കൊടുത്ത ഒരു പലഹാരം ആ കുട്ടി പുറത്തിരുന്ന് കഴിക്കുകയായിരുന്നു. അപ്പോൾ ആരാ? കുട്ടിക്ക് ഇഷ്ടമുള്ള കുട്ടിയുടെ നായ അടുത്തിരിക്കണ്ടല്ലേ? ആ നായക്ക് എന്ത് കൊടുക്കുകയാണ്? പലഹാരമായിന്ന് പലഹാരം കൊടുക്കുകയാണ്. കൂട്ടുകാർ ഇങ്ങനെ കൊടുക്കാറുണ്ടോ? കൂട്ടുകാരുടെ വീട്ടിൽ വളർത്തുന്ന നായക്കോ പൂച്ചയ്ക്കോ പലഹാരങ്ങൾ കൊടുക്കാറുണ്ടോ? ഇനി നമുക്ക് പാഠം വായിച്ചാലോ? പാഠം 6 പിന്നെയും പിന്നെയും ചെറുതായി പാലപ്പം. കൂട്ടുകാരെ വായിക്കുന്നത് ശ്രദ്ധിക്കണേ. കൂട്ടുകാർ ടെക്സ്റ്റ് ബുക്ക് തുറന്ന് പിടിച്ച് ഓരോ വാക്കുകൾ വായിക്കുമ്പോഴും ശ്രദ്ധിച്ച് കേൾക്കണേ. ആ ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കണേ. ഷൈനി, ഷൈനി. ആരാ? ഞാനാ. എന്താ? വിശക്കുന്നു. തിന്നാൻ ഇത്തിരി അവലോ മലരോ അരിയോ പൊരിയോ അടയോ വടയോ തരുമോ ഷൈനി? ആരാവും ഇത് ചോദിച്ചിട്ടുണ്ടാവുക? ആരാവും? ചിലപ്പോൾ ഉറുമ്പാവാം, ചിലപ്പോഴോ പൂച്ചയാകാം, ഇനി പൂമ്പാറ്റയോ അല്ലെങ്കിൽ നായയോ, ഇതുമല്ലെങ്കിൽ വേറെ 2 ആളും കൂടിയുണ്ട്. അവരാരാ? കോഴിയോ കാക്കയോ ആരെങ്കിലും ആവാം. നമ്മുടെ ഷൈനി മുറ്റത്തിരുന്ന് പലഹാരം തിന്നുകയായിരുന്നു. എന്താ തിന്നുന്നത്? ആ തിന്നുന്നതിൻ്റെ എന്തായാലും അവലോ മലരോ അരിയോ പൊരിയോ അടയോ വടയോ തരുമോ ഷൈനി? അല്ലേ? എന്തായാലും തിന്നാനായിട്ട് നമ്മുടെ ജീവികൾ കാത്തിരിക്കുകയാണല്ലേ? നമുക്ക് പതുക്കെ പതുക്കെ പാഠത്തിലേക്ക് കടക്കാം. ഒന്നും കൂടി കൂട്ടുകാരൊന്ന് വായിച്ചേ. ഈ മലയാളം വായിക്കാൻ പഠിക്കണേ. കൈ തൊട്ട് വായിച്ചേ. പി നേം. നേം കണ്ടോ? പിന്നേം പിന്നെയും
ചെറുതായി ചെറുതായി പാലപ്പം. അപ്പോൾ കൂട്ടുകാർ എഴുതാനും വായിക്കാനും പഠിക്കണം. ഒരു വട്ടം കൂടി ടീച്ചർ വായിച്ചു തരട്ടെ. ഷൈനി ഷൈനി ഷൈനി. കണ്ടോ? ഷൈനി ഷൈനി. ആരാ? ഞാനാ. എന്താ? വിശക്കുന്നു. തിന്നാൻ ഇത്തിരി. അവലോ മലരോ അരിയോ പൊരിയോ അടയോ വടയോ തരുമോ ഷൈനി? കണ്ടോ? ഓടെ ചിഹ്നം വെച്ചിട്ടാണ്. അവലോ മലരോ അരിയോ പൊരിയോ അടയോ വടയോ തരുമോ ഷൈനി? കൂട്ടുകാരെ, ഇത് എഴുതാൻ കൃത്യമായി പഠിക്കണേ. അപ്പം ഇതിലെ ഓടെ ചിഹ്നം വെച്ചിട്ടുള്ള വാക്കുകളാണ് പുതുതായി നാം പരിചയപ്പെടുന്നത്. എങ്ങനെയാണ് ഓയുടെ ചിഹ്നം? ഓ എന്ന് വരുമ്പോൾ അതിൻ്റെ ചിഹ്നം എന്താണ്? നമുക്ക് നോക്കിയാലോ. ഇതാണ് ഓ. ഓയുടെ ചിഹ്നമാണ്. ഇതാണ് ഓയുടെ ചിഹ്നം. ഓ എന്ന് ഇത് എഴുതുമ്പോൾ അതിൻ്റെ ചിഹ്നമാണ്. ഏടെ ചിഹ്നം ആടെ ചിഹ്നം കൂടിയിട്ടാണ് ഓയുടെ ചിഹ്നമായിട്ട് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കി ഇവിടെ എഴുതിയേക്കണം. നോക്കി, അവലോ എങ്ങനെ എഴുതാൻ നോക്കി നോക്കിയേ. ആ വ ലോ. അവലോ ലോ. അപ്പോൾ നമ്മൾ ഓ എന്ന് പറയണതിൻ്റെ ചിഹ്നം കണ്ടുവോ? ഇനി നമുക്ക് പൊരി മലരോ. കണ്ടോ? മലരോ എങ്ങനെ എഴുതും? നോക്കൂ. മലരോ. അപ്പോൾ ഓടെ ചിഹ്നല്ലേ? അപ്പോൾ ഓ മലരോ രായിട്ടു ഓടെ ചിഹ്നിട്ടു. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ ആ അക്ഷരം എഴുതുക. ഇപ്പോൾ രോ എന്ന് എഴുതുമ്പോൾ ഇവിടെ രാന്ന് എഴുതും. ഇനിയിപ്പോൾ നോക്കി നോക്കിയാൽ ലോ എന്ന് എഴുതുമ്പോൾ അവിടെ എന്ത് എഴുതും? ലാന്ന് എഴുതും. ഏത് അക്ഷരമാണ് എഴുതേണ്ടതെങ്കിൽ ആ അക്ഷരം എന്ത് ചെയ്യണം? നടുക്കിൽ എഴുതിയാൽ മതി. അപ്പം ഇതാണ് ലോ. അപ്പം ഇതെന്താ വായിക്കുക? യോ. ഇനിയോ? കണ്ടോ? യോ യോ മോ യോ രോ ലോ. കൂട്ടുകാർക്ക് മനസ്സിലായോ? അവ ലോ. ലോ എന്ന് പറയുമ്പോൾ ലായാണ്. ഓടെ ചിഹ്നം ഇടണം. ഓടെ ചിഹ്നം ഏതാ? ഓടെ ചിഹ്നത്തിൻ്റെ നടുക്കിൽ ലാന്ന് എഴുതി. അവലോ. ഇനി മലരോ. മലരോ. കണ്ടോ? ഓടെ ചിഹ്നത്തിൻ്റെ നടുക്കിൽ രോ രായല്ലേ? അപ്പം രാന്ന് എഴുതി. മലരോ. ഇനിയോ? അടയോ. അടയോ യോ. കണ്ടോ കൂട്ടുകാരെ? ഓടെ ചിഹ്നമാണ്. കണ്ടോ? ഇതിനിടയിലാണ് നമ്മൾ ആ അക്ഷരം എഴുതുക. ഈ ഓടെ ചിഹ്നം ഇതിൽ പരിചയപ്പെട്ടത് കണ്ടോ? ഇനി കൂട്ടുകാർക്ക് ഇത് വായിക്കാൻ എളുപ്പമല്ലേ? ഇനി ഒന്ന് വായിച്ചു നോക്കൂ. എന്താ വായിക്കുക? ഷൈ നീ ഷൈ നീ. ആരാ? ഞാനാ. എന്താ? വിശക്കുന്നു. തിന്നാൻ ഇത്തിരി. അവലോ മലരോ അരിയോ പൊരിയോ അടയോ വടയോ തരുമോ ഷൈനി? ഓക്കെ, കൂട്ടുകാർ ഇത് വായിക്കാൻ പഠിക്കണേ. ഒന്നും കൂടി വായിച്ചേ. ഷൈനി. കൂട്ടുകാരൊപ്പം വായിക്കണേ. കൂട്ടുകാർ ഇത് വായിക്കാൻ പഠിക്കണേ.
അതുപോലെ തന്നെ ഓ എന്ന് അവസാനം വരുന്ന ഈ വാക്കുകളും പഠിക്കണേ. എഴുതാനും വായിക്കാനും പഠിക്കണേ. ഇനി നമുക്ക് ഈ പാഠത്തിലെ ബാക്കി ഭാഗങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.